പിന്നെ വരുന്ന ഒരു സബ്ബൂഫറാണ്. സബ്ബൂഫർ മോട്ടോ ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ്. ഇത് കോമ്പാക്ട് സൈസാണ്, വളരെ ചെറുതായിരിക്കും. പക്ഷേ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് വലിയ സൈസുള്ള സബ്ബൂഫറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ചെറിയ സൈസിൽ കിട്ടും. കൺവേർട്ടേഴ്സാണ്, അതായത് ദിലീപിൻ്റെ വണ്ടിയിൽ OEM കമ്പനി സ്റ്റീരിയോ ആണുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇത് ഈ ഹൈലോ കൺവെർട്ടർ എന്ന് പറയുന്നത്. ഇത് 2 ക്വാളിറ്റിയാണ് വരുന്നത്. 2 അല്ല, മാർക്കറ്റിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ദിലീപിന് ഞാൻ കൊടുക്കുന്നത് JBL എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പ്രോപ്പർ ഔട്ട്പുട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കറിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടും JBL. അതുകൊണ്ടാണ് ഞങ്ങൾ JBL ചൂസ് ചെയ്യാനുള്ള. ഇതാണ് ദിലീപിന് കൊടുക്കാൻ പറ്റുന്ന സ്പീക്കേഴ്സ്. ഇത് ആൽപൈൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സ്പീക്കറാണ്. ഇതൊരു ജപ്പാനീസ് ബ്രാൻഡാണ്. മാർക്കറ്റിലുള്ള ഈ BMW, ജാഗ്വർ, റേഞ്ച് റോവർ അതുള്ള ഒരുപാട് പ്രീമിയം ബ്രാൻഡ്സിന് OEM സപ്ലയറാണ് ആൽപൈൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് സ്പീക്കേഴ്സാണ് വരുന്നത്. ഒന്ന് കോയാക്സിലും ഒന്ന് കോമ്പോണൻറ്റും. ഇത് പെർഫോമൻസ് സ്പീക്കറാണ്. ഇത് കോമ്പോണൻറ്റ് സെഗ്മെൻറ്റാണ് ഇത് വരുന്നത്. ഇത് കുറച്ചുകൂടെ ബേസും ഇതിൻ്റെ ക്ലാരിറ്റിയും കമ്പാരിറ്റീവ്ലി നോർമൽ സ്പീക്കറായിട്ട് കുറച്ച് കൂടുതലായിരിക്കും. ആംപ്ലിഫയർ എനിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ ആംപ്ലിഫയർ സാധാരണ എല്ലാവരും ചെയ്യുന്നത് സബ്ബൂഫർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങളിവിടെ ഇത് ചൂസ് ചെയ്തത് സ്പീക്കറിന് വേണ്ടിയിട്ടാണ്. സ്പീക്കറിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് സ്റ്റീരിയോയിലൂടെ കിട്ടില്ല. നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആംപ്ലിഫയർ വെക്കുന്നത്. സാധാരണ മുൻകാലങ്ങളിലൊക്കെ വലിയ സൈസ് ആംപ്ലിഫയറാണ് വരിക. ഇപ്പോൾ നമുക്ക് വലുതും അവൈലബിൾ ആണ്. ചെറിയ കോമ്പാക്ട് സൈസ് ആമ്പാണ് ഇത് വരുന്നത്. ഒരു കൈയുടെ വലുപ്പമേ ഉണ്ടാവുള്ളൂ അപ്രോക്സ്. ഇത് 4 ചാനൽ ആമ്പാണ്. ദിലീപിൻ്റെ വണ്ടിയിൽ 4 സ്പീക്കേഴ്സാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പം 4 ഔട്ട്പുട്ട് വരുന്ന ഒരു ആമ്പാണ് ഇത്. ഓരോ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരോ പ്രൊഡക്റ്റ് ഓരോരാൾക്കും ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. കൂടിയ പ്രൊഡക്റ്റും ഉണ്ട്, കുറഞ്ഞ പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം അപ്ഡേഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് വിശദമായ വീഡിയോ വോയിസ് ഒന്നും കേൾപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും എൻ്റെ വണ്ടി ഞാൻ പൊന്നു പോലെ നോക്കുന്നതാണ്. എൻ്റെ വണ്ടീനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നല്ല എഫിഷ്യൻ്റായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള രീതിയിലുള്ള മെക്കാനിക്കലുള്ള ഷോപ്പും അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ ലഭിക്കുന്ന, അതുപോലെ തന്നെ സർവീസ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ, കസ്റ്റമർ സർവീസ് ഉള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓട്ടോക്രാഫ്റ്റിൽ എത്തിയിരിക്കുന്നത്. ചെറുവത്തൂരിൽ ഓട്ടോക്രാഫ്റ്റ് തന്നെ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ചെറുവത്തൂർ മാത്രമല്ല 8 വർഷത്തോളം കാഞ്ഞങ്ങാടും ഓട്ടോക്രാഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ സമീപിക്കുക. ധൈര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാം. കാരണം അത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം ഇവർക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിക്കിതുവരെ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം ഒരാഴ്ചയോളമായി ഞാൻ ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെ സമീപിക്കുക. നമ്പറും കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.